ക്ലോസറ്റ് ഇടിച്ച് ഇളക്കിയിട്ട് പുതിയ 1 പീസ് ക്ലോസറ്റ് വെക്കുകയാണ് കേട്ടോ. ഈ കട്ടിങ്ങോ കാര്യങ്ങളോ എല്ലാം ഒഴിവാക്കും നമ്മൾ. ഓക്കെ, പിന്നെ ഇവിടെ ടാപ്പില്ല, HFും പിന്നെ അതിൻ്റെ ഒരു പോയിന്റ് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ഒരു ഇന്ത്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് എങ്ങനെയാണ് ഈ ഓപ്പൺ ക്ലോസറ്റ് വയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ഇപ്പം നിലവിലിരുന്നതിന് നമ്മൾ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പ് പൊക്കി കിടക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പരിപാടി എല്ലാം ഒരുവിധം തോണ്ടി തള്ളിയിട്ടുണ്ട്. തോണ്ടി പഴയ പൈപ്പ് നമ്മൾ തെളിച്ചിട്ടുണ്ട്. പൈപ്പ് ചെറിയൊരു ചരിവിലാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ പൈപ്പ് വെക്കുന്നതിൽ ഒരു കപ്ലിങ് അടിക്കുമ്പോൾ ചെറിയതായിട്ട് ചരിച്ചു കൊടുക്കും. ചരിച്ചതിന് ശേഷം അത് നൂത്തിയിട്ട് ഒരു ബെൻഡിട്ട് പൊക്കും. നമ്മൾ ആ അളവ് പിടിക്കുക. അതായത് എത്രയാണ് 1 പീസ് ക്ലോസറ്റ് 220 ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 300 ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ നിലവിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്ഥലം കുറഞ്ഞു. കാര്യം മറ്റേ 300 വരുമ്പോഴത്തേക്ക് ഇവിടെ തള്ളൽ വരും. നമുക്ക് ആകെ ഇത്ര ഗ്യാപ്പല്ലേ ഉള്ളൂ. മാക്സിമം നമുക്ക് ആ സ്ഥലം വേണം. അതുകൊണ്ടാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യണേ. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു നടക്കാണ്ട് ഇവിടെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പോയിൻ്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വരുന്ന കോൺക്രീറ്റ് ഇട്ട് അതിനും വേണ്ട ഒരു ടൈലൊട്ടിക്കും. ടൈലൊട്ടിച്ചിട്ട് ഇതിൽ അവർ കറക്റ്റ് ഈ ഒരു ലെവലായിരിക്കും എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ കാര്യം അത് താത്തിയാണ് ഇടുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ട്രാപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ചെറിയൊരു ട്രാപ്പാണുള്ളത്. പഴയ വീടാണ് കേട്ടോ. അവൻ കൂടെ എടുത്ത് പറയാം. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് അവർ ചെയ്യാമെന്ന് പറഞ്ഞത്. അത് അടുത്തൊരു ട്രാപ്പ് വെക്കേണ്ട എന്ന് പറഞ്ഞില്ല. നമ്മൾ പുതിയൊരു ട്രാപ്പ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ബാക്കി ഇനി വരുന്നതെന്ന് വെച്ചാൽ ടൈലെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ പോയിൻ്റ് പിന്നീട് വെള്ളത്തിൻ്റെ ലൈനും കൂടെ കൊള്ളിച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.